ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനങ്ങളുമായി പ്രതിപക്ഷം രംഗത്ത് വന്ന് മോദിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. എപ്സ്റ്റീൻ്റെ നിർദ്ദേശപ്രകാരം ഡൊണാൾഡ് ട്രംപിന് വേണ്ടി നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശിച്ചുവെന്നും അവിടെ ചില ചടങ്ങുകളിൽ പങ്കെടുത്തുവെന്നും കാണിക്കുന്ന ജെഫ്രീൻ്റെ ഫയലുകളിലെ റിപ്പോർട്ടുകളെ ചൂണ്ടിക്കാട്ടിയാണ് പുതിയ വിവാദം രാജ്യത്ത് പൊന്തിവരുന്നത്. എപ്സ്റ്റീൻ ഫയലുകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പരാമർശിക്കുന്നത് തന്നെ രാജ്യത്തിന് നാണക്കേട് ആണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇത്തരം ബന്ധങ്ങൾ ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെയും ദേശീയ അന്തസ്സിനെയും മോശമായി ബാധിക്കുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത്. അമേരിക്കയിൽ ഒരു കുറ്റവാളിയുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ പേര് വന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മൗനം വെടിയണമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഇതിന് വിശദീകരണം നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയം പാർലമെൻറ്റിൽ അടക്കമുയർത്തി ചോദ്യങ്ങൾ ഉയർത്താനാണ് പ്രതിപക്ഷം ഇപ്പോൾ നീക്കം നടത്തുന്നത്. ലോകത്തെ ഞെട്ടിച്ച സെക്സ് റാക്കറ്റിലെ തലവൻ, പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു കുറ്റവാളിയാണ് ഇയാൾ. 2008 ജെഫ്രിയെ ശിക്ഷിച്ചു. 2010 അയാൾ ജയിലിൽ വെച്ച് നിഗൂഢമായി മരണപ്പെടുകയും ചെയ്തു. ജെഫ്രിയുടെ മരണശേഷം മൂടിവെക്കപ്പെട്ട ഈ ഫയൽ ഡൊണാൾഡ് ട്രംപ് ഭരണത്തിലേറിയതിന് ശേഷം സെനറ്റിൻ്റെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ വെളിയിൽ വിടാൻ ഒപ്പുവെക്കുകയായിരുന്നു. ഒപ്പ് വെച്ച് 30 ദിവസത്തിനകം അത് വെളിച്ചത്ത് വരണമെന്നതാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പറയുന്നത്. ലോകത്തിലെ തന്നെ വമ്പന്മാർക്കിടയിൽ പേരുകേട്ട ഇന്ത്യയിലെ ഉന്നത ഭരണാധികാരികളും വൻകിട ബിസിനസ് മാഗ്നറ്റുകളും സിനിമാ മേഖലയിലുള്ളവരും അധോലോക കിങ്ങുകളും അടക്കമുള്ള വഴിവിട്ട ബന്ധങ്ങളും അബ്യൂസുകളും നിയമവിരുദ്ധമായി നടത്തിയ ഇടപെടലുകളും അടക്കമുള്ള അതീവ രഹസ്യങ്ങൾ ഇതിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുൻപേ തന്നെ മോദിയുടെ പേരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഈ എപ്സ്റ്റീൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ ഏജൻ്റായിരുന്നു എന്ന സംശയവും ശക്തമാണ്. 2017 ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇതിൻ്റെ ഉള്ളുകള്ളികളിലേക്ക് ചെറിയ വെളിച്ചം വീശുന്നതായി നമുക്ക് കാണാം. അന്ന് പ്രധാനമന്ത്രി മോദി ഇസ്രയേൽ സന്ദർശിച്ചു. ഓർക്കണം, ഇസ്രയേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇതേ വർഷം തന്നെ ഇസ്രയേൽ ഇന്ത്യ ആയുധ ഇടപാടുകളിൽ ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തിയതും കൂടി വായിക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ അനിൽ അംബാനിക്ക് ഇസ്രയേൽ ആയുധ കമ്പനിയുടെ കരാർ ലഭിച്ചതും റാഫേൽ ഇടപാടിൽ ഇസ്രയേൽ സാന്നിധ്യവും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു അപാകതയും അപവാദവും മണക്കുന്നുണ്ട് എന്നതാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ ഈ ആരോപണങ്ങളെ വിദേശകാര്യ മന്ത്രാലയവും BJPയും തള്ളിക്കളഞ്ഞിരുന്നു. എങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. അതായത് ജെഫ്രി എപ്സ്റ്റീൻ എന്ന കൊടും കുറ്റവാളിയുടെ രഹസ്യ ഫയലിൽ എങ്ങനെ മോദിയുടെ പേര് വന്നു എന്നത്. മോദി തൻ്റെ ഉപദേശം സ്വീകരിച്ചു എന്ന ജെഫ്രിയുടെ ഒരു ഇമെയിലിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയത് എന്നാണ് എപ്സ്റ്റീൻ വിവരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയാണ് നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനം നടത്തിയത് എന്നും അതുകൊണ്ട് ഇന്ത്യക്ക് പ്രയോജനം ഉണ്ടായത് എന്നുമാണ് ഫയലിൽ പറയുന്നത്. പക്ഷേ എന്ത് പ്രയോജനം ഇന്ത്യക്കുണ്ടായി എന്നത് വ്യക്തമാക്കുന്നില്ല. 2017 മോദി ഇസ്രായേലിൽ ചെന്ന് പാട്ടുപാടിയും നൃത്തം ചെയ്തും അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീണിപ്പിച്ചു എന്നും എപ്സ്റ്റീൻ പരിഹാസരൂപേണ ഒരു സുഹൃത്തിന് അയച്ച ഇമെയിലിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്തുമാത്രം സത്യാവസ്ഥ ഉണ്ട് എന്നത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു കുപ്രസിദ്ധ കുറ്റവാളിയുടെ ജൽപ്പനങ്ങൾ മാത്രമായി ഇതിനെ നമുക്ക് കണക്കിലെടുക്കാം. എന്നിരുന്നാലും ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ആരോപണവുമായി ജെഫ്രി ഫയൽ നമുക്ക് മുന്നിലുണ്ട്. മുൻപ് ജെഫ്രി തൻ്റെ ഫയലിൽ BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഹർദീപ് സിംഗ് പുരിയുടെ പേരും ഉൾപ്പെട്ടിരുന്നു എന്നാണ് അറിവ്. ബിസിനസ് ശൃംഖല കെട്ടിപ്പടുക്കാനും നിക്ഷേപങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്കായി എപ്സ്റ്റീനെ ബന്ധപ്പെട്ടിരുന്നത് ഹർദീപ് സിംഗ് പുരി ആയിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. 2014 മുതൽ 2017 വരെ കാലയളവിൽ 3 തവണ ഇത്തരത്തിൽ ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് എപ്സ്റ്റീൻ ഫയലിൽ പറയുന്നത്. എപ്സ്റ്റീൻ്റെ ന്യൂയോർക്കിലെ വസതിയിൽ ഹർദീപ് സിംഗ് പുരി സന്ദർശനം നടത്തി എപ്സ്റ്റീനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഫയലിൽ സൂചിപ്പിക്കുന്നുണ്ട്. സിലിക്കൺ വാലിയിലെ നിക്ഷേപകരുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് എപ്സ്റ്റീൻ ഫയലുമായി പുറത്തുവരുന്ന വെളിപ്പെടുത്തൽ.
ഈ കൂടിക്കാഴ്ച സമയത്ത്, അതായത് 2014-17 കാലഘട്ടത്തിൽ ഹർദീപ് സിംഗ് പുരി മന്ത്രിസഭയുടെ ഭാഗമായിരുന്നില്ല. 2017 സെപ്റ്റംബറിലാണ് ഈ ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്. ഇടനിലക്കാരനായി പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമോ ഈ കേന്ദ്രമന്ത്രിസ്ഥാനം എന്നത് രാജ്യത്ത് ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റിലായതിനു ശേഷവും എപ്സ്റ്റീനുമായി ബന്ധം തുടർന്നു എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ മന്ത്രിമാരും ഭരണ നേതൃത്വത്തിലിരിക്കുന്നവരും ഇത്രയും നിർകൃഷ്ടരായ ഒരു കുറ്റവാളിയുമായി ഏത് തരത്തിലുള്ള സമ്പർക്കമാണ് നടത്തിയിരുന്നത് എന്നതാണ് ജനത്തിൻ്റെ ചോദ്യം. മോദിയുടെ വാഷിംഗ്ടൺ സന്ദർശനവും ഇന്ത്യ-ഇസ്രായേൽ നയതന്ത്ര നീക്കങ്ങളും എപ്സ്റ്റീൻ്റെ ഇമെയിലുകളിൽ വന്നത് നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. മോദി ട്രംപ് ബന്ധത്തിൻ്റെ കണ്ണി പോലും ബന്ധിപ്പിക്കുന്നത് ഈ രഹസ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര നേതാക്കളെ വലയിലാക്കാനും അവരെ വരുതിക്ക് നിർത്തുന്നതിനും ഇത്തരം ദല്ലാളുമാർ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം മെനയുന്നത് ചരിത്രം നമുക്ക് പലപ്പോഴും കാണിച്ചു തന്നിട്ടുമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ രഹസ്യ ഇടപാടുകൾ എന്ന ആരോപണം കാമ്പുള്ളതാണ് എങ്കിൽ മോദിക്കിത് ഊരാക്കുടുക്കാകുമെന്ന് മാത്രമല്ല, മോദി ഇക്കാലം അത്രയും ഉയർത്തിക്കൊണ്ടുവന്ന വിശ്വഗുരു എന്ന പ്രൊപ്പഗാണ്ടയും മോദിയുടെ വിശ്വാസ്യതയുമൊക്കെ തകർന്ന് തരിപ്പണമാകും. ഫയലിലുണ്ട് എന്ന് പറയുന്ന ആരോപണം ഇപ്പോഴും വെളിച്ചത്ത് വന്നിട്ടില്ല. ഒരു കാര്യം സത്യമാണ്, മോദി 2017 ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു എന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നത്, അല്ലെങ്കിൽ എപ്സ്റ്റീൻ്റെ ഫയലിൽ എങ്ങനെ മോദിയുടെ പേര് പരാമർശിച്ചു എന്നത് വരും നാളിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ വിവാദ കൊടുങ്കാറ്റിന് തുടക്കം കുറിക്കുമെന്നതാണ് തെളിയുന്നത്. ലൈംഗിക കുറ്റവാളി ജെഫ്രിയുമായി ബന്ധപ്പെട്ട ദശലക്ഷക്കണക്കിന് പുതിയ രേഖകളാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 3 ദശലക്ഷക്കണക്കിന് പേജുകളും 1.8 ലക്ഷം ചിത്രങ്ങളും 2000 വീഡിയോകളും അടങ്ങിയ രേഖകൾ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അമേരിക്ക പുറത്തുവിട്ടിരുന്നു. നിരവധി പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോവുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത എപ്സ്റ്റീൻ 2006 അറസ്റ്റിലാകുകയും കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷിക്കുകയുമായിരുന്നു. വിചാരണ കാത്തിരിക്കുന്നതിനിടെ 2019 ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ കറക്ഷണൽ സെൻറ്ററിലെ തൻ്റെ സെല്ലിൽ എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തു. എങ്കിലും അയാൾ ലോക നേതാക്കൾക്ക് മേലെ വലിയ കുരുക്കിട്ടിട്ടാണ് കടന്നുപോയത്. എന്നാൽ എപ്സ്റ്റീൻ്റെ മരണത്തോടെ കുരുക്ക് മുറുകുകയാണ് ഉണ്ടായത്. ലോകരാജ്യങ്ങളിലെ ഉന്നതർ ഞെട്ടിവിറയ്ക്കുന്ന ആ ഫയൽ ഇപ്പോൾ ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലും അതിൻ്റെ തീനാമ്പുകൾ ഉയർന്നു കഴിഞ്ഞു. അത് കത്തിക്കയറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മേൽ ആ അഗ്നി ആളിപ്പടരും. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും അത് ഊതി പെരുപ്പിക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇതിന് മോദി മറുപടി പറഞ്ഞേ തീരൂ. സാധാരണഗതിയിലുള്ള ഒളിച്ചുകളിയിൽ മറഞ്ഞിരിക്കാൻ ഇനി മോദിക്ക് കഴിയില്ല. മോദി ഉത്തരം പറയുക തന്നെ വേണമെന്നാണ് പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.